രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോൾ ലിറ്ററിന് ₹2.61 ഡീസലിന് ₹2.71 കൂടി. 10 ദിവസത്തിനിടെ 4 തവണയായി ₹8 വർധന. വിലവർധനവിൽ പൊറുതിമുട്ടിയെന്നും ജീവിതം ദുസ്സഹമെന്നും ജനങ്ങൾ. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിൽ സർക്കാരിന് താൽക്കാലിക ആശ്വാസം. വിധി നടപ്പാക്കാൻ 2 ആഴ്ചത്തെ സാവകാശം നൽകി ഹൈക്കോടതി. സുപ്രീംകോടതി വിധി നടപ്പാക്കിയേ തീരൂ എന്ന നിർദ്ദേശം. സമരം ഏറ്റെടുത്ത് CPM. മലയിടം തുരുത്ത് സന്ദർശിച്ച് MV ഗോവിന്ദൻ. പരിയത്തുകാവിൽ മുത്തങ്ങയുടെ മിനി പതിപ്പിന് പോലീസ് ശ്രമിച്ചുവെന്ന് MV ഗോവിന്ദൻ. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 1-ാം പ്രതി മേച്ചേരി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടു. 11 പ്രതികളെ വെറുതെ വിട്ടത് ശരിവെച്ചു. കേസിൽ പട്ടികവർഗ പീഡനത്തിനുള്ള വകുപ്പുകൾ നിലനിൽക്കുമെന്നും ഹൈക്കോടതി. 13 പ്രതികളുടെ ശിക്ഷ കൂട്ടുന്നതിൽ വിധി അല്പസമയത്തിനകം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. വീഴ്ചയിൽ നിന്ന് പാഠം പഠിച്ചില്ലെന്ന് ജസ്റ്റിസ് നരസിംഹ. NTA വിശദീകരണം തേടി. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന്റെ ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി ഇന്ന് രാത്രി വരെ അപേക്ഷിക്കാം. റാങ്ക് ലിസ്റ്റുകൾ നീട്ടാനുള്ള സർക്കാർ ശുപാർശ അംഗീകരിച്ച് PSC. 289 റാങ്ക് ലിസ്റ്റുകൾ നീട്ടും. 30,845 ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസം. നിർണായക മന്ത്രിസഭാ യോഗം ചേർന്നു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ വിശദാംശങ്ങളും മാനദണ്ഡങ്ങളും പ്രധാന അജണ്ട. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്താനിരിക്കെ ഇന്ന് പരക്കെ മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു.